ചേച്ചിനെ കുടുംബശ്രീക്ക് കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ഇന്നലെ എൻ്റെ ചേട്ടൻ നേരത്തെ വന്നുടി. ആഹാ, സാധാരണ 10 മണിയാലും വീട്ടിൽ കയറാത്ത ആളാണല്ലോ, ഇന്നലെ എന്ത് പറ്റി? ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു. ആണോ? എന്നിട്ട് ഞങ്ങളോടൊന്നും ഒരു വാക്ക് പറഞ്ഞില്ല കേട്ടാ. എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടായില്ല, പിന്നെ അല്ലേ. പക്ഷേ ചേട്ടൻ അത് ഓർത്തു വെച്ച് നേരത്തെ വന്നുട്ടാ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു പിറന്നാളാവകാശം? എന്താ ഭർത്താവ് തന്നേ സമ്മാനായിട്ടേ? അതൊക്കെ ഉണ്ട്. പറയ് കേക്കട്ടെ. സാരിയാണോ അതോ കമ്മലോ? അല്ലെങ്കിൽ ചുരിദാറാണോ? അതൊന്നല്ല. പിന്നെ? എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അതെന്ത് കാര്യം ചേച്ചി? പറയാൻ പറ്റണത് തന്നെ പറഞ്ഞാൽ മതിട്ടാ. നീ പിണങ്ങണ്ട, ഞാൻ പറയാടി. എന്നാ പറ. അദ്ദേഹം എന്നെ ആദ്യം കസേരയിൽ പിടിച്ചിരുത്തി. അതെന്തിന്? അതൊക്കെ പറയാടി, നീ സമാധാനായിട്ടൊന്ന് കേക്ക്. എന്നാ ശരി, പറയേ. അദ്ദേഹം കസേരയിൽ പിടിച്ചിരുത്തിയ കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ. എന്നിട്ടേ സഞ്ജിനെ കുറെ പൂക്കൾ എടുത്തിട്ടേ എൻ്റെ തലയിലും എൻ്റെ കാലിലും ഇട്ടിട്ടേ ഭഗവതിയെ പോലെ എന്നെ പൂജിച്ചു. അദ്ദേഹത്തിന്റെ ഐശ്വര്യ ഞാനൊന്ന് പറഞ്ഞിട്ടാ പൂവൊക്കെ ഇട്ട് പൂജിച്ചു തന്നെ. ചേച്ചിയുടെ ഒരു ഭാഗ്യം. ഏത് പെണ്ണങ്ങനെ ആഗ്രഹിക്കാത്തത്? ഡേഡി, നിന്റെ ഭർത്താവ് നിങ്ങൾ നേരത്തെ പോവായാ? ഇന്നേ എനിക്ക് ചാഴൂർ ഭാഗത്തെ കച്ചവടം. ആ ഭാഗത്തേക്ക് നേരത്തെ പോയില്ലെങ്കിലേ ആ ഭാഗത്തുള്ളവരൊക്കെ ജോലിക്ക് പോവും. ഞാൻ ചോറ് പാത്രത്തിലാക്കിയിട്ടേ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളത് എടുത്താ? അതൊക്കെ എടുത്തു. അതെ, സദ്യയുടെ മുറ്റത്ത് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ആരെന്ന് കണ്ട? ആരാന്ന് ഞാൻ ശരിക്കും കണ്ടില്ല, പക്ഷെ കാറിലാണ് വന്നിട്ടുള്ളത്. എടി, ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് വരാട്ടാ. ശരി ചേച്ചി. എന്നാ ഞാൻ പോട്ടെ. ചേട്ടൻ അവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാണ്ട്. ഇവിടെ വന്നിരിക്കേ. വൈകിട്ട് വന്നിട്ട് പറഞ്ഞാ പോരെ, നേരം വയ്യാലേ ഇന്നത്തെ കച്ചവടം പോവും.